ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫ് ഫ്രൈ ഇവിടെ ഉണ്ട്. നമുക്കിത് കഴുകണം. അപ്പം നേരെ കഴുകാൻ പോവാം. അപ്പോൾ കഴുകുകയാണ്. എല്ലായിടും കൈ കിടക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് നേരെ ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പൊ നമ്മൾ പുരട്ടാൻ പോവാണ്. അപ്പൊ നമ്മൾ മസാല ഇട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നമ്മൾ മസാല എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മസാല നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞപ്പൊടിയും മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഉപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പുരട്ടാൻ പോകുന്നത്. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടി കേട്ടാ. വരുന്നില്ല കുരുമുളക് പൊടി. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഇത്ര മതി, ശകലം കൂടി ഇട്ടേ. വേണ്ട, എരിവാവും മുളക് കൊണ്ട് ഇടുമ്പോൾ. ഉപ്പിട്ടു, ശകലം മതി കേട്ടോ. ഉപ്പിട്ടു, നമ്മൾ ശകലവും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ്. ഇനി നമുക്ക് ഇപ്പം മുളക് പൊടി ഇടണം. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടാൻ പോകണം. ഒരു മിനിറ്റ് ഗേസ് ഒന്ന് തുറന്നു കൊടുക്കട്ടെ. അപ്പോൾ ഗേസ് നമ്മൾ തുറന്നിട്ടുണ്ട്. മുളക് പൊടി ഇടാം. മുളക് പൊടി ഇടാൻ പോവുകയാണ്. ഓക്കെ, മുളക് പൊടി ശകലം കൂടണം. അപ്പം ഞാനിപ്പോൾ 3 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ശകല ഉപ്പിൻ്റെ ആവശ്യവും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഓക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടാ. ഇല്ല, മഞ്ഞപ്പൊടി ഇനി മഞ്ഞപ്പൊടി ഇടണം. അപ്പോൾ ഈ സീൻ തുറക്കണം. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മഞ്ഞപ്പൊടി എടുക്കാം. മഞ്ഞപ്പൊടി അതിനകത്തിട്ടിടാം. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഗെയ്സ്, നമ്മുടെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ മസാല, ചിക്കൻ മസാല. അപ്പൊ അതുകൂടി ഇടാം. ഇതാ നമ്മൾ ഇട്ടിട്ടുണ്ട്. പാമി പെരട്ടുവാണ്. ചിക്കൻ നമ്മൾ കഴുകി ഫ്രഷ് ആക്കിയിട്ട് വെച്ചിട്ടാണ്. പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഗെയ്സ് നമ്മൾ ചീനിച്ചട്ടിയിലാണ് നമ്മൾ ബീഫ് ഫ്രൈ വറക്കുന്നത്. നമുക്കില്ലാട്ടോട്ട് എണ്ണയൊക്കെ ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു. നമുക്ക് എണ്ണ ഒഴിക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായതിനു ശേഷം നമ്മൾ ബീഫ് ഫ്രൈ ഇടാൻ, അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാൻ പോവാണ്. പാമയാണ് കഴിക്കുന്നത്. വേഗട്ടെ. നമ്മുടെ ബീഫിന് ശകലം വേവുള്ളതുകൊണ്ട് നമ്മൾ അടച്ച് മൂടി വേവിക്കണം. അപ്പൊ നമുക്ക് മൂടാം. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് കാണാം. ഓക്കെ, പുറത്ത് നല്ല മഴയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. പുറത്ത് നല്ല മഴയാണ്. നല്ലല്ല,
ഒരു ചാറ്റൽ മഴ പോയിട്ട് ഒരു മഴയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇടാൻ മറന്നു. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടാം. മിക്സ് ചെയ്തെടുക്കേ. കർണാടക ഗേസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാനേ. അപ്പം ഇനി നമുക്ക് മൂടാം. ഇപ്പോൾ നമ്മൾ പാത്രം മൂടിയിട്ടുണ്ട്. അപ്പോൾ ആമിയുടെ വെയിറ്റ് ചെയ്ത് ഇപ്പുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി ഒന്ന് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. തിരിച്ചിട്ടാണല്ലേ. ഇനി അതൊന്ന് വേവട്ടെ. ഹലോ ഗേസ്, അപ്പോൾ ഇനി നമ്മൾ സവാളയാണ് അരിയുന്നത്. ഒരു ഡെക്കറേഷൻ വട്ടത്തി അരിയാൻ പോവുകയാണ്. അപ്പം ആമി ശല അരിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ്. അരിഞ്ഞിട്ടുണ്ട്. അപ്പം ആമി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ആയിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഗേസ് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ആമി ഇവിടെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾ ഡെക്കറേഷനും എല്ലാം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബീഫ് ഫ്രൈ ഇതിനകത്തോട്ട് മാറ്റണം. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഹലോ ഗീസ്, അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വണ്ടിക്ക് നമുക്ക് നാരങ്ങ വയ്ക്കണം, ചെയ്യണം. നമ്മൾ നാരങ്ങ ഒഴിച്ചാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം. സൂപ്പറാണ്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ തിന്നെയാണ്. സൂപ്പർ. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, താങ്ക് യു ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഷെയർസ് ആൻഡ് ലൈക്സ്. അപ്പോൾ ബൈ ബൈ.